ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു നോക്കുന്നത് UPSC എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പഴശ്ശി രാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും എതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ബാക്കി മൂന്നെണ്ണവും ശരിയാണ്. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്നു. പഴശ്ശി രാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടം വരുത്തി. ഇത് മൂന്നും ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം: കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണ്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക. ഓപ്ഷൻ രണ്ടാമത്തേതാണ് കറക്റ്റായിട്ടുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ, വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ, ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു, ചാന്നാർ ലഹള അയ്യങ്കാളി. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. അതാണ് ശരിയല്ലാത്ത ഓപ്ഷൻ. ബാക്കി സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു, കറക്റ്റാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ്, അതും ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. ഈ മൂന്ന് ഓപ്ഷനും കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം: ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. ഇതിനകത്ത് നമുക്ക് ശരിയായിട്ടുള്ളത് മാത്രം കണ്ടെത്തിയാൽ മതി. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. 1, 2, 3 ഇവ മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തേത് കേളപ്പൻ നയിച്ചു. രണ്ടാമത്തേത് കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെയായിരുന്നു. 1930 നടന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. അതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്നാമതായിട്ട് വരുന്നത് ബംഗാൾ ഗസറ്റ്, രണ്ടാമത് ജാലിയൻ വാലാബാഗ്, മൂന്നാമത് ചൗരി ചൗര, നാലാമത് ഉപ്പു സത്യാഗ്രഹം, അഞ്ചാമത് ക്വിറ്റ് ഇന്ത്യ സമരം. ഇങ്ങനെയാണ് നമ്മൾ കാലക്രമത്തിൽ എഴുതേണ്ടത്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 6: കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ഹിന്ദു സമാജമാണ് കൂട്ടത്തിൽ പെടാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 7: താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത്. ഓപ്ഷൻ ഡി ഓറഞ്ച് വിപ്ലവമാണ് കൂട്ടത്തിൽ പെടാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 8: ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ വിക്രം എ സാരാഭായ് ആണ്. ഡോക്ടർ വിക്രം എ സാരാഭായ് ഇതാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി. ഓക്കെ. അടുത്ത ചോദ്യം: ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ നൈൽ നദീതടത്തിലാണ് വികസിച്ചത്. രണ്ടാമത്തെ ഓപ്ഷൻ ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. നാലാമത്തെ ഓപ്ഷൻ പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി സിന്ധു നദീതട സംസ്കാരം. അതാണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ ചോദ്യം: ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ഓപ്ഷൻ എ ആഭ്യന്തര മന്ത്രാലയം. ക്വസ്റ്റ്യൻ നമ്പർ 12: സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. ഇവിടെ ഓപ്ഷൻ ബി 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നമുക്ക് വേഗം നോക്കിപ്പോകാം. ഒന്നാമത്തെ പ്രസ്താവന: മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത്. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത്
2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ അങ്ങ് നോക്കിപ്പോകാം. പിസ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം. പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 ഓരോന്ന് നോക്കാം. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. അതും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി. ഓപ്ഷൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത് മൂന്നും ശരിയാണ്. അപ്പം നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ബ്രഹ്മപുത്രയാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ എ 42 ആണ് ആൻസർ. അടുത്ത ചോദ്യം, സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഫസ്റ്റ്, ഫോർത്ത് ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നമുക്കന്നേരം ആ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ, പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നീട് ഫോർത്ത് ഓപ്ഷനാണ്, ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. അപ്പം ഓപ്ഷൻ ബി 1 and 4 ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം ഏതാണ്? സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നുള്ളതാണ്. സ്റ്റിലേറിയം ആണ് ആൻസറായിട്ട് വരുന്നത്. സ്റ്റിലേറിയം. അടുത്ത ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം? കൈറ്റ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. പഠിച്ചു വച്ചേക്കുക, ഉപകാരപ്പെടും. അടുത്ത ചോദ്യം, ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്തായി രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഫുഗാക്കു എന്നാണ് ആൻസർ. ഫുഗാക്കു. ഓക്കെ. അടുത്തത്, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കുളോം ആണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. അടുത്ത ചോദ്യം, ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? വോസ്റ്റോക്ക് ഫസ്റ്റ് ആണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം. അടുത്ത ചോദ്യം, കടലിൽ നീന്തുന്നതിന് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. എന്താണ് കാരണം? ഓപ്ഷൻ ബി ആണ്, കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. ഓപ്ഷൻ ബി, കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. അടുത്ത ചോദ്യം, ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, വേഗത, തരംഗദൈർഘ്യം എന്നിവയ്ക്കാണ് മാറ്റം സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഫസ്റ്റ് ഓപ്ഷൻ, ഓരോ സെല്ലുകളുടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. രണ്ടാമത്തേത്, ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ?
ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനുമാണ് ശരിയായിട്ടുള്ളത്. ഇലക്ട്രിക് ഹീറ്റർ, പിന്നീട് റെഫ്രിജറേറ്ററുമാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ഓപ്ഷൻ ഡി പ്രളയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി തമിഴ്നാടാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് കറക്റ്റായിട്ടുള്ളത്. ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. ഇത് 2ഉമാണ്. കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഈ 2 ഓപ്ഷനുമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഓൾ ദ എബോ ആണ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത് 3ഉം ശരിയാണ്. നമുക്ക് നോക്കാം. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. രണ്ടാമത്തേത്, പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു. അപ്പോൾ 3എണ്ണവും ശരിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. 10 × 6.022 × 10⁻23 ഇതാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1 and 4. 1 ഉരുക്കി വേർതിരിക്കലും 4 റോസ്റ്റിംഗ്. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ഓൺലി 2, 3 and 4. 2 ഫുള്ളറിൻ, 3 ഗ്രാഫൈറ്റ്, 4 ഗ്രാഫീൻ. ഇതാണ് കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. അടുത്ത ചോദ്യം, UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 2019 അങ്ങനെ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏതാണ്? ശരിയായത് മാത്രം കണ്ടെത്തിയാൽ മതിയാകും. ഓപ്ഷൻ ഡി MG ഷ്ലീഡനാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അടുത്ത ചോദ്യം, പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, ദെൻ വിസർജനം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ സി വിറ്റാമിൻ ADEK. ഇത് നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിക്കുന്നതാണ് അല്ലേ, ADEK. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഇതാണ് സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധം ഇല്ലാത്തത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ. താഴെ തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ്? ഓപ്ഷൻ സി ജലത്തിൻ്റെ വിഘടനം. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ്? ഓപ്ഷൻ സി ജലത്തിൻ്റെ വിഘടനം. അടുത്ത ചോദ്യം, ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ആൻസർ ഡേവിഡ് ജൂലിയസ് ആണ്. ഡേവിഡ് ജൂലിയസ്. അടുത്ത ചോദ്യം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യം ഉദ്യാനം. 45 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തു നോക്കിയത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ചെയ്തു നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്